എന്താ ടേസ്റ്റ്. ആ പാലിൻ്റെ ചവയും മാങ്ങയുടെ പുളിപ്പും പപ്പങ്ങളുടെ ടേസ്റ്റും അടിപൊളി. അപ്പൊ എന്റെ സ്വന്തം കുഞ്ഞുമക്കളെ, അപ്പൊ കോൾബിൻ ചേട്ടൻ സെറ്റ് ചെയ്തേക്കണേ. കാക്കയൊക്കെ ഭയങ്കര കരച്ചില്. കോൾബിൻ ചേട്ടൻ സെറ്റ് ചെയ്തേക്കണ മക്കളെ, നല്ല കിടിലൻ കിടക്കാച്ചി വേറെ ലെവലൊരു സാധനം സെറ്റ് ചെയ്തേക്കണ്. ഈ ചൂടത്തുണ്ടല്ലോ ആത്മാവിനവരെയും തണുപ്പിക്കണ സാധനം ഉണ്ടോ മക്കളെ. നല്ല അടിപൊളി നല്ല അടിപൊളി പപ്പങ്ങയും നല്ല കിടിലൻ മാങ്ങയും ഇട്ടൊരു കിടുക്കാച്ചി സാധനം വേറെ ലെവല് അല്ലേ. വേറെ ഒന്നും വേണ്ട, പാലും പപ്പങ്ങയും മാങ്ങയും മാത്രം മതി മക്കളെ. ആത്മാവിന് വരെ നല്ല തണുത്ത പാലായിരിക്കണം കേട്ടോ. എന്റെ മക്കളെ, ഫ്രൂട്ടും വെട്ടിക്കൂട്ടിയിട്ട് പാലൊഴിച്ച് പഞ്ചസാര ഒഴിച്ച് മിക്സ് ചെയ്തൊരു പിടിയങ്ങനെ പിടിച്ചാലുണ്ടല്ല. അത് മാത്രമല്ല, നോമ്പ് തുറക്കുമ്പോൾ ഇതേപോലെ കസേസും കൂടി ഇടണം കേട്ടോ. കസേസ് ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല. അതും കൂടി എടുത്തു കഴിഞ്ഞാണ്ടല്ല, നോമ്പ് തുറക്കണവർക്കൊക്കെ ബെറ്റർ സാധനമാണ്. അപ്പൊ വാ, നമുക്ക് ഈ ഉച്ചക്ക് നോമ്പ് തുറക്കാം. എന്റെ മക്കളെ, ഇനി നമുക്ക് മാങ്ങ ചെത്തിയെടുക്കാം മക്കളെ. മാങ്ങയുടെ തൊലി ആദ്യം തന്നെ ചെത്തിക്കളയാം. മധുരമില്ല, മാങ്ങ നഷ്ടം. നല്ല തണുത്ത പാല് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മക്കളെ. ഷുഗറുകളുടെ ഫേവറേറ്റ് സാധനം പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മക്കളെ. നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. വേണ്ട മക്കളെ, അതെ ഇതിങ്ങനെ അങ്ങോട്ട് കലക്കിയിട്ട് ഇതേ. ആഹാ, വേറെ ലെവല് സാധനം, അടിപൊളി. ആ പാലിൻ്റെ ചവയും മാങ്ങയുടെ പുളിപ്പും പപ്പങ്ങളുടെ ടേസ്റ്റും അടിപൊളി. ഈ ചൂടത്ത് പപ്പങ്ങ ചൂടാണ്, പക്ഷെ പാലിനെ തണുത്ത പാലായിരിക്കണം. അപ്പം കിട്ടിക്കാച്ചിയ ആ പാല് മാത്രം ഇങ്ങനെ കോരിയെടുക്കാം മക്കളെ. എന്നിട്ടിങ്ങനെ എന്താ ടേസ്റ്റ്.